ക്രൈംബ്രാഞ്ച് മുൻ SP RK ജയരാജ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ RK ജയരാജ്, എങ്ങനെയാണ് ഇത്രയധികം ഒരു ക്രൂരനായ ഒരു കുറ്റവാളിക്ക് ജയിലിൽ നിന്ന് ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നത്? അത് പുറത്തുനിന്നോ അകത്തുനിന്നോ സഹായം ലഭിക്കാതെ ജയിൽ ചാട്ടം സാധ്യമാകില്ല എന്നല്ലേ? ഇതിപ്പോ വാർത്തകളിൽ നിന്ന് അറിയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇങ്ങനെ ഒരു കൈയില്ലാത്ത ഒരു പ്രതി ഇതുപോലെ വടം കെട്ടി അതിന്റെ മുകളിലൂടെയൊക്കെ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ, ഒറ്റയ്ക്ക് ചെയ്തു എന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ കാര്യകാരണങ്ങൾ ജയിൽ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ക്രിമിനൽ നെഗ്ലിജൻസിന് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പോലീസ് കേസെടുത്ത് അതിന്റെ ഗൗരവമായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കട്ടെ. ഇപ്പൊ നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വിഷയം ഈ പ്രതിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഇപ്പൊ പബ്ലിക് കൺവെയൻസ് തന്നെ ആയിക്കൊള്ളുന്നില്ല അദ്ദേഹത്തിന്റെ യാത്ര. അതായത് ഇപ്പോ അയാളുടെ യാത്ര ട്രെയിനിലോ ബസ്സിലൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിക്കൊള്ളുന്നില്ല. കാരണം അയാൾക്കറിയാം ഇത് എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ടാവും, വീക്ഷിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഈ ലോറി പോലുള്ളതിൽ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പോയേക്കാം, സ്റ്റേറ്റ് വിട്ട് തന്നെ പോയേക്കാം. ഇത്രയും സമയത്തിന്റെ ലാഗിങ് ഉണ്ടായി. ഗുരുതരമായ വീഴ്ചയാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോ ഈ കേസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് സന്ധ്യാപേടത്തിന്റെ നേതൃത്വത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ ഇങ്ങനെ ഒരു പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് ഒരു വധശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാവുന്ന രീതിയിലേക്ക് അത്രയും സുദൃഢമായ രീതിയിലുള്ള ഒരു പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശേഷം അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ക്രൂരമായ ഒരു കൊലപാതകങ്ങളിലൊന്നായിരുന്നു അത്. എന്നിട്ട് അങ്ങനെയുള്ളൊരു പ്രതിയെ ഇത്തരത്തില് പുറത്തു പോകാനിട വന്ന സാഹചര്യം അങ്ങേറ്റ ആശങ്ക മലയാളികളുടെ മൊത്തം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലായാലും അങ്ങേറ്റ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ അവരുടെ തന്നെ ഒരു സെക്യൂരിറ്റിക്ക് തന്നെ ഭീഷണിയാണ്. കാരണം ഇയാൾ എവിടെയാണ് ചെല്ലുക, ഇയാളുടെ എന്തു ചെയ്യാൻ പഠിക്കാത്തൊരു കൊടും ക്രിമിനലാണ് ഗോവിന്ദചാമി. ശ്രീ RK ജയരാജ്, നോർമലി ഒരു സെൻട്രൽ ജയിലിനകത്തെ ഒരു സുരക്ഷാ രീതി പരിശോധനകളൊക്കെ എങ്ങനെയാണ്? കൃത്യമായ ഇടവേളകളിൽ തന്നെ കുറ്റവാളികളുണ്ടോ, സെല്ലിനകത്തുണ്ടോ എന്നൊക്കെ ഒരു കൃത്യമായ ഒരു പരിശോധന നടക്കാറില്ലേ, അല്ലെങ്കിൽ നടത്തേണ്ടതില്ലേ? ഇത് സ്വാഭാവികമായിട്ടും പോലീസായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. ഇത് ജയിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത്. അവരത് കൃത്യമായിട്ട് അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ പ്രത്യേക സുരക്ഷാ സെല്ലുകളുണ്ട്. അതിന് ഒരു സിസ്റ്റം ഉണ്ട് കൃത്യമായിട്ട് അവിടെ അതിനകത്ത്. അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ റൗണ്ട് ദ ക്ലോക്ക് CCTV ക്യാമറകൾ, അത് ഒബ്സർവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന്റെ എന്താ പറയാ ദൃശ്യങ്ങൾ തന്നെ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവരവരുടെ മൊബൈലുകളിൽ തന്നെ വീട്ടിലിരുന്നാലും കാണാവുന്ന രീതിയിലുള്ള ശരിയായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ടതാണ് എല്ലാ ജയിലുകളിലും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ആ CCTV ദൃശ്യങ്ങളൊന്നും കൃത്യമായി മോണിറ്റർ ചെയ്തിരുന്നില്ല, നിരീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും അതൊരു തീർച്ചയായിട്ടും ആ കാര്യത്തിലൊരു വീഴ്ച വന്നിട്ടുണ്ട്. അത് എവിടെയാണ്, അത് CCTV പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടിയുള്ള രീതിയിൽ അതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ബൽറാം കുമാർ ഉപാധ്യായ എന്ന് പറഞ്ഞ DGP ആണ്. അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിലൊന്നും ഒരു ലാഗിങ്, ഒരു വീഴ്ച സാധാരണ നിലയ്ക്ക് സംഭവിക്കാറില്ല. പക്ഷെ ഇത് ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്താണ് ഈ പർട്ടിക്കുലർ ദിവസം ഇതുപോലെ, കാരണം ഒരു കൈയില്ലെങ്കിലും ഇയാള് രണ്ട് കൈയുള്ളതിനേക്കാളും ശക്തനാണ് ഇയാളുടെ ശരീര പ്രകൃതി അനുസരിച്ച് ഗോവിന്ദചാമി. അപ്പോ അയാൾക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്ര ഉയരങ്ങളിലേക്ക് ഒരു കൈ മാത്രം ഉപയോഗിച്ചു അയാള് എങ്ങനെയും വടം കെട്ടാനും എറിയാനും മറ്റു കാര്യങ്ങൾ, അത് ഒരുപാട് കാര്യങ്ങൾ, അത് ഒരുപാട് ചോദ്യങ്ങൾ. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടല്ലോ ശ്രീ RK ജയരാജ്. കാരണം ആ വലിയ മതിലാണ്, ഈ വസ്ത്രങ്ങളൊക്കെ കൂട്ടിക്കെട്ടി ഒരു വടമുണ്ടാക്കി ആ ഫെൻസിംഗിൽ പിടിച്ച് ചാടിക്കടക്കുക എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമല്ലേ? ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ അത് തികച്ചും അവിശ്വസനീയമാണ്. അതായത് ഒരു ഒത്താശ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഇയാൾക്കൊരു സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും ഉയരത്തിലുള്ള മതിൽ, അത് ഏത് മലയാളിക്കും, പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല, ആർക്കും ചിന്തിക്കാവുന്നതാണ്. ഇത് ഇറ്റ് ഇസ് നോട്ട് ഈസി. ഒരു കോമൺ സെൻസ് വെച്ച് ഒരു അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് ഒരിക്കലും വിശ്വസിക്കാനാകാത്തതാണ് ഒറ്റയ്ക്ക് ഗോവിന്ദചാമി ഇങ്ങനെ ഒരു രീതിയിൽ പുറത്തുപോയി എന്ന് പറയുന്നത്. അല്ല, അതുപോലെ തന്നെ ഈ സെല്ലിലെ ഈ കമ്പി മുറിച്ചു മാറ്റിയെന്നും പറയുന്നു. അതൊക്കെ എങ്ങനെ നടക്കും? ഒരു കുറ്റവാളിക്ക് അതിനുള്ള കത്തി പോലെയുള്ള എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ കിട്ടണ്ടേ? സെൻട്രൽ ജയിലുകളിൽ ഓരോ സ്ഥലത്തും വളരെ വ്യത്യസ്തമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലായാലും ഇവർക്ക് ഇത്തരത്തിലുള്ള ഇംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടാനൊക്കെ അവർക്ക് ആക്സസ് ഉണ്ട് പല സ്ഥലത്തും. ഇവർക്ക് കൊടുക്കുന്ന വർക്ക്, ഒരു കിച്ചണിലാണ് അവർക്ക് വർക്ക് എന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലൊക്കെ. അപ്പൊ ഒരു പരിശോധനയുടെ ഒരു പോരായ്മ, കൃത്യമായിട്ട് അതിന്റെ ഗൗരവത്തിലുള്ള ഒരു പരിശോധനയുടെ ഒരു
പോരായ്മ ഇതിനകത്ത് വളരെ വിസിബിൾ ആണ്. അപ്പോൾ ഈ ജയിലിനകത്തു നിന്നും ഒരു സഹായം കിട്ടിയിട്ടുണ്ട് എന്ന അനുമാനത്തിൽ എത്തിച്ചേരേണ്ടതുണ്ടോ? നമുക്ക് ഒരു ഇൻഫറൻസ്, നമുക്ക് അങ്ങനെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് കൂടെയുള്ള സഹ തടവുകാരിൽ നിന്നാകാം, അല്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ നിന്നാകാം, അങ്ങനെ പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഇത് ഒരു മിസ്റ്ററി ഇല്ലാത്ത, ഒരു ദുരൂഹത ഇല്ലാത്ത രീതിയിൽ നമുക്ക് വളരെ ക്ലിയർ ആണ് അതിനകത്ത് ഒരു സപ്പോർട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, എന്തായാലും ഇപ്പോൾ 1 കാലോടുകൂടി ജയിൽ ചാടി ഇപ്പോൾ 6 മണിക്കൂർ പിന്നിടുകയാണ്. ഒരു നോർമലി ഒരു കുറ്റവാളിയുടെ ഒരു പ്രകൃതം, ഒരു രീതിയൊക്കെ എങ്ങനെയായിരിക്കും? വളരെ പെട്ടെന്ന് ആ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും എത്തിച്ചേരാനായിരിക്കില്ലേ ശ്രമിക്കുക? അങ്ങനെയെങ്കിൽ ഈ മംഗലാപുരത്തേക്കോ കർണാടകയിലേക്കോ ഒക്കെ കടന്നേക്കില്ലേ ഗോവിന്ദചാമി? സാധാരണ ഈ മോഷ്ടാക്കളായാലും ഇത്തരം ക്രിമിനൽസ് ആയാലും പുറത്തു ചാടി അന്നേരം തന്നെ വണ്ടി കയറി ഒന്നും അവർ പോകില്ല സാധാരണ. കാരണം ഇതിൽ അവർക്കറിയാം പോകണ വഴിയിലൊക്കെ ചെക്കിംഗ് ഉണ്ടെന്ന് അറിയാം. അപ്പോ കുറച്ച് സമയം, ഒരു മണിക്കൂറുകളോ അല്ലെങ്കിൽ 1-2 ദിവസം വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത്, ഒരു ലോഡ്ജിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവര് ഒളിച്ചിരുന്നിട്ട് ഇതിന്റെ ഓളൊക്കെ തീർന്ന് കുറച്ചും കൂടി കഴിയുമ്പോൾ മാത്രമാണ് ഇവര് ഈ സ്ഥലം വിട്ടു പോകാൻ സാധ്യത. അപ്പൊ നോർമലി അയാൾ കണ്ണൂർ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. യെസ്, ഗോവിന്ദചാമിയെ പോലെ ഒരാളാണ് നമുക്ക് കേരളം ഒരുപാട് ചർച്ച ചെയ്ത മുഖമാണ് ഗോവിന്ദചാമിയുടേത്. ഒറ്റക്കയ്യനാണ്. അപ്പോൾ അങ്ങനെ ഒളിച്ചിരിക്കുക ഗോവിന്ദചാമിയെ സംബന്ധിച്ച് ഈസി ആയിരിക്കുമോ ശ്രീ RK ജയരാജ്? അത് എളുപ്പമല്ല. പക്ഷെ അയാളുടെ മുന്നിൽ അയാൾ ഫസ്റ്റ് അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാളെ ഇതിനെ വധശിക്ഷയ്ക്ക് വിധിച്ച ഉദ്യോഗസ്ഥന്മാർ, അയാൾക്ക് ഒരുപാട് സാക്ഷികൾ, ഇവരോടൊക്കെ ഇവർക്ക് പ്രതികാരം ഉണ്ടാകണം. പക്ഷെ അവർ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അവർ എങ്ങനെയും സേഫായിട്ട് ഇവിടുന്ന് ഇടം വിടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവര് കിട്ടിയ മാർഗത്തിലൂടെ, കാരണം ഇത്രയും പ്ലാനിങ് അയാൾ പുറത്തു ചാടാൻ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്ലാനിങ് അവിടെ ചാടിയതിനു ശേഷം എങ്ങനെ രക്ഷപ്പെടാമെന്നും കൂടി അയാൾ തീർച്ചയായിട്ടും അയാള് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ഇയാൾക്കൊരു ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് ഉള്ള ഒരു ക്രിമിനലാണ് ഇയാള്. ഈ ഭിക്ഷാടന സംഘത്തിന്റെ അയാൾ കേരളത്തിലെ അംബാസഡർ എന്ന് പറയുന്ന പോലെയുള്ള ഒരാളായിരുന്നു ഗോവിന്ദചാമി. നിസ്സാര ഒരു ക്രിമിനലല്ല. അതായത് ലക്ഷക്കണക്കിന് വരുമാനമുള്ള ഭിക്ഷാടന മാഫിയയുടെ ഒരു ലിങ്കാണ് ഇയാള്. ഇയാൾക്ക് പുറമേ നിന്ന് സഹായം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും വാഹനം പുറത്ത് കാത്തു നിന്ന് അതിൽ സ്വകാര്യ വാഹനത്തിലും ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത, ആ ഓപ്ഷനും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. യെസ്, അതായത് പറഞ്ഞു വരുമ്പോൾ ഒരു വലിയൊരു സിനിമ കാണുന്നത് പോലെയുള്ള ഒരു ദൃശ്യങ്ങളൊക്കെയാണ് മുന്നിൽ തെളിയുന്നത് ശ്രീ ജയരാജ്, അല്ലെ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ നോക്കി കാണേണ്ടത്? തീർച്ചയായിട്ടും ഇയാൾക്ക് സുപ്രീം കോടതിയിലൊക്കെ ഇയാൾക്ക് വേണ്ടി ഹാജരായ വക്കീലിന്റെ ഒക്കെ വക്കീൽ ഫീസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഒരു കയ്യില്ലാത്ത ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള പറയുന്ന ഒരാൾക്ക് അങ്ങനെ ആക്സസബിൾ ആയിട്ടുള്ളതല്ല. ലക്ഷക്കണക്കിന് രൂപയുടെ കൊടുത്തുള്ള വക്കീലന്മാരാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയത്. അപ്പൊ അത് തന്നെയാണ് ഇയാളുടെ ഒരു രീതി. ഇയാൾക്ക് ഇവിടെ വരെ എത്താനായിട്ട് വലിയൊരു സോഴ്സ് ഇയാൾക്ക് പുറത്തുണ്ട്. ഇയാളെ സഹായിക്കാനായിട്ട് വലിയ ഒരു ക്രിമിനൽ മാഫിയ എന്ന് തന്നെ പറയാം. അത് അയാൾക്കുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞൊരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഇയാൾക്ക് ബന്ധങ്ങളുള്ള ഒരാളാണ്. നമ്മൾ അങ്ങനെ നിസ്സാരമായിട്ട് ക്രിമിനലായിട്ട് കാണാൻ പാടില്ല ഇയാളെ. യെസ്, അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൊടും കുറ്റവാളിക്ക് ജയിലിൽ ആരെത്തിയാലും സന്ദർശിക്കാനൊക്കെയുള്ള ഒരു അനുവാദം നൽകുമോ? ജയിലിൽ ചില ചട്ടങ്ങളുണ്ട്. അത് ആ രീതിയിലാണ്. ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയം. അത് വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ജയിൽ സൂപ്രണ്ടാണ് അതിന്റെ ഒരു തീരുമാനം. അയാൾക്ക് അത് ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് അയാൾക്ക് അനുവദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുകളും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ആരെ വേണമെങ്കിലും ഇയാളെ കാണാനായിട്ട് അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പും. അത് ആ രീതിയിൽ സൂചന എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ ഇതിനു മുമ്പ്, അപ്പൊ ഇയാളെ ആരൊക്കെയാണ് ഇതിനു മുമ്പ് വിസിറ്റ് ചെയ്തത്, അത് വിസിറ്റേഴ്സ് ഡയറിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ആരൊക്കെയാണ് ഇയാളെ കാണാൻ വന്നതെന്നുള്ളത്. അവിടെ ക്യാമറയുണ്ട്, CCTV ക്യാമറയുണ്ട്. അവിടെ നിന്നാണ് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഞാനൊരു നിർദ്ദേശം പറയല്ല, എങ്കിലും ഇയാളെ ജയിലിൽ റീസെന്റ് അയാളെ വിസിറ്റ് ചെയ്ത ആളുകളുടെ ബയോഡാറ്റ എടുത്താൽ കേസിന്റെ അന്വേഷണത്തിനൊരു ലിങ്ക് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുള്ള ഒരേ ഒരു കാര്യം കൂടി ശ്രീ RK ജയരാജ്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പലപ്പോഴായി അവിടെയുള്ള പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോൺ, കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗോവിന്ദചാമിക്കും അതുപോലെയുള്ള സഹായം ലഭിച്ചിരുന്നിരിക്കണം. മൊബൈൽ ഫോൺ വഴിയൊക്കെ ഒരു കൃത്യമായ ആസൂത്രണം കൂടി ഈ ജയിൽ ചാട്ടത്തിന് മുന്നേ നടന്നിട്ടുണ്ടാകില്ലേ? ജയിലില് ഇപ്പൊ വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ കാര്യം എനിക്കറിയാം. അതിന്റെ ജയിലിന്റെ പുറത്ത് നിന്ന് കഞ്ചാവും മറ്റ് കുറെ സ്പൈസി ഫുഡ്സ് ഒക്കെ
എറിഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങൾ നിരന്തരമായിട്ട് വന്നപ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു നെറ്റ് ഇടേണ്ട ഒരു സാഹചര്യം വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ടായി. അപ്പൊ അത് തന്നെ കണ്ണൂരുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയൊരു നെക്സസ് ആണ് ഇത്, അങ്ങനെ നമുക്ക് വാക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു വലിയൊരു നെക്സസ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നത്. ഒരു ഗോവിന്ദസ്വാമി എന്നുള്ളതിലുപരി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാര്, ഇതിന് അബറ്റ്മെന്റ് കൊടുത്ത പ്രേരണ കൊടുത്ത ആളുകള്. അപ്പൊ ആ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള പോലീസിന്റെ, അതിന് മിടുക്കരായ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിൽ അത് സർക്കാർ ഏൽപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, നന്ദി ശ്രീ ആർ കെ ജയരാജ് പ്രതികരിച്ചതിന്.